അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനികളെ, ഇന്ന് നിങ്ങളുടെ മുന്നുള്ള പലക്കബരയോഗ സെലക്ട് ആക്കി എനിക്കത്തെ വിഷയ സക്കാത്ത് ആയിട്ടിക്കിട്. സക്കാത്ത് പല വിഷയത്തിലുമുണ്ട്. ഇന്ന് നിങ്ങളുടെ മുന്നുള്ള പലക്കബരുടെ വിഷയ ബംഗാറ്, വെള്ളി, അതുപോലെ പൈസ, കറൻസി, നിങ്ങൾക്കുള്ള പൈസ എത്ര എന്നെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നുള്ള വിഷയമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നല്ലോ പലക്കെ വരുന്നത്. പിരിസത്തെ മോമിനിങ്ങളെ ഒരു പോയിന്റ് അർത്ഥാക്കറു. സക്കാത്ത് കൊടുക്കാണ്ടുള്ളത് ഇസ്ലാം ഒരു 5 കാര്യങ്ങൾ, ഇസ്ലാം കാര്യം 5 അല്ലേ, അതിൽ ഒന്ന് സക്കാത്ത് കൊടുക്കാണ്ടുള്ളതായിട്ട് ഖുർആനിൽ അല്ലാഹു തആല എവിടെല്ലാം നിസ്കാരത്തെ വിഷയ ചൊല്ലാണ് അവിടെല്ലാം സക്കാത്തിന്റെ വിഷയവും നിങ്ങളുടെ നെനപ്പാക്കി തന്നിട്ടുള്ള വ അഖീമുസ് സ്വലാത്ത വ ആതുസ് സക്കാത്ത, അല്ലെങ്കിൽ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സക്കാത്ത. അങ്ങനെ വേറെ ആയത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിട്ടുള്ള അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞങ്ങൾ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കണോ, സക്കാത്ത് കൊടുക്കണോ. അല്ലാണ്ട് നിങ്ങളെ ഔദാര്യമായിട്ടില്ലല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തന്നടാ. ഇപ്പോൾ ഉദാഹരണം ആരെങ്കിലും ഒരാളിനിട്ട ഒരു ബാഗ് തന്നിട്ട് ഇത് ഇന്ന ആളുകൾ കൊടുക്കുറാവാം ചെന്ന് തന്നെങ്കിൽ അത് ഞാൻ അയാൾക്ക് കൊടുക്കുറേ. എങ്ങനെ കൊടുക്കുറേ? അത് എൻ്റെ ഔദാര്യ, ഞാൻ എടുത്തത് ദുആർക്കുറാവാം, അങ്ങനെല്ലാം ചെന്ന് കൊടുക്കുറാണ്. ഇല്ല, ഒരാൾ തന്നത് അതിന് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടില്ല എന്ന ഒരു നീയത്തിലായിട്ടിക്കൊണ്ട് ഞങ്ങൾ കൊടുക്കണേ. അതല്ലാണ്ട് അത് നാനേ ഭയങ്കര ഒരു വലിയോണ്, ഞാൻ സ്വതക്ക് കൊടുക്കണോന്ന്, ഞാൻ സക്കാത്ത് കൊടുക്കണോന്ന്, ഇതല്ല വീട്ടിൽ നിന്റെ സക്കാത്ത് അങ്ങനല്ല കൊടുക്കണേ. നല്ല മര്യാദ അതബോട് കൂടി അള്ളാഹു നട്ട് ചൊന്നത് തന്നിട്ട് അവന് കൊടുക്കറോണ്ട് ചൊന്നത് ഞാൻ കൊടുത്തോണ്ടുള്ള നീയത്തോട് കൂടി കൊടുക്കറങ്ങ ഞങ്ങൾ ആവണോ. ഭാരി കൊറോടിയായിട്ട് ഇങ്ങനെ ചിന്തിக்கிற ആൾമാരുള്ളേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിരിസത്തെ മോമിനിങ്ങളെ, ഈ ഒരു ക്ലാസ് നല്ല പോലെ നിങ്ങൾ അർത്ഥാക്കണം. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു പണികുന്നുണ്ടെങ്കിൽ അർത്ഥാവ് എനിക്കത്തെ ക്ലാസ് അല്ല. ഇത് സക്കാത്ത് വിഷയത്തിലുള്ള ക്ലാസ്. ഈ ക്ലാസ് കേട്ടിട്ട് നല്ല മൈൻഡ് കൊണ്ട് അർത്ഥാക്കിക്കൊണ്ടേ നിങ്ങൾ മാത്രം ഈ ക്ലാസ് നിങ്ങൾക്ക് അർത്ഥാവും. അല്ലെങ്കിൽ ഈ കേൾക്കുന്നത് വെറുതെ ആയിട്ടിക്കട് ആ ഒരത്ര വേഗ ഷോർട്ടായിട്ട് അകത്തെ ഉള്ളനെ കെട്ട ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങൾ പോയിന്റ്സ് മാത്രം നിങ്ങളെ മുന്നുള്ള വെക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടുള്ള ആ ഒരത്ര വേഗ ഷോർട്ടാക്കിയിട്ട് ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ തീർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചമ്മ നിങ്ങൾ കേൾക്കണം, സരി കേൾക്കണം. ഈ ക്ലാസ് സരി വിസ്താരമായിട്ട് സരി വിശദീകരിച്ച് ചെൽഡങ്ങ് ഗണ്ടകെട്ടല ക്ലാസ് എടുക്കണം എനിക്കത് വിഷയമായിട്ടിക്കട്. പക്ഷേ അത് നമുക്ക് ഇപ്പം ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ അത് നമുക്ക് അവകാശം ഇല്ല. അത്ര വലിയ ക്ലാസ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റി പോകും. അതുകൊണ്ട് ഷോർട്ടാക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് വിഷയം മാത്രം നിങ്ങളെ ഗമനത്തിൽ തന്നിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ് കേൾക്കുന്ന എല്ലാ ആൾമാർക്കും അല്ലാഹു ഖൈർ, ബറക്കത്ത്, നിഅമത്ത് യാറാക്കി തരുമാറാകട്ടെ. പിരിസത്തെ മോമിനിങ്ങൾ, അപ്പം ഫസ്റ്റ് ബംഗാറ് വിഷയത്തിലായിട്ട് ഇക്കട്. ബംഗാറ് ഏതൊരു സക്കാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ ഒന്ന് അർത്ഥാക്കണോ. സക്കാത്ത് നിർബന്ധം അവർ എപ്പോൾ ചൊന്നെങ്കിൽ ഒരു കണക്ക് എന്ന് വെച്ചാൽ ആ കണക്കും പൂർത്തിയാവണം, അതുപോലെ ഒരു വർഷവും പൂർത്തിയാവണം. വർഷം ചൊന്നെങ്കിൽ ഞങ്ങളെ ഇംഗ്ലീഷ് കണക്കിലുള്ള വർഷമല്ല, ഹിജറ കണക്കിലുള്ള വർഷ, അറബി വർഷ. ആ ഹിജറ കണക്കിലുള്ള ഒരു വർഷം പൂർത്തിയാവണം. ഇത്ര കണക്കുണ്ടുണ്ട്, ആ കണക്കും പൂർത്തിയായെങ്കിൽ നിങ്ങളെ മേലിൽ സക്കാത്ത് നിർബന്ധമാവൂ. അപ്പം ഞാൻ ബംഗാറ് വിഷയം ചൊല്ലെ. ബംഗാറ് നിങ്ങൾട്ട ഒരു ഇരിയോ ചൊന്നെങ്കിൽ ഒരു അന്താജ് പ്രകാരം 85 ഗ്രാം ബംഗാറ നിങ്ങളുടെ കയ്യിൽ ഇന്ത്. അത് എങ്ങനത്തെ ബംഗാറ്? നിങ്ങൾ യൂസാക്കിற ബംഗാർ, പെണ്ണിങ്ങൾ യൂസാക്കിற ബംഗാർ എന്തോ അല്ല. മങ്ങിയിലത്ത് പോകുമ്പോൾ ഡെയിലി യൂസ് ആക്കണോണ്ടില്ല, എപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെ വെച്ച ബംഗാർ, അങ്ങനത്തെ ബംഗാർ അല്ല. അങ്ങനത്തെ ബംഗാർ ആഭരണം അല്ല. പിന്നെങ്ങനത്തെ ബംഗാറ്? പൈസ എൻ്റെ കയ്യിൽ വലില്ല ചെന്നിട്ട് ചില ആൾമാർ ബംഗാർ എടുത്ത് വെക്കിടാറ്. അല്ലെങ്കിൽ പിന്നെ ബംഗാർക്ക് പിന്നെ റേറ്റ് യാറാവൂരല്ലേ, അപ്പം നിങ്ങൾ ബിക്കാ ചെന്നിട്ട് ഇപ്പം റേറ്റ് കുറവടിക്കുമ്പോൾ എടുത്ത് വെച്ചിട്ട് ഇക്കിടാറ്. അങ്ങനത്തെ ബംഗാർ വിഷയമായിട്ട് ഇക്കടെ ചൊല്ലും. അങ്ങനത്തെ ബംഗാർ ഇന്നെങ്കിൽ അത് 85 ഗ്രാം നിങ്ങളുടെ കയ്യിൽ ഇന്നെങ്കിൽ ആ 85 ഗ്രാം ഒരു വർഷം പൂർത്തിയായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങളെ മേൽ സക്കാത്ത് നിർബന്ധമായിട്ട് എത്ര കൊടുക്കണോ ഞാൻ ചൊല്ല ഗൊത്തായിത്തല്ലേ. ഇതേപോലെ വെള്ളി ഒരു വർഷം പൂർത്തി നിങ്ങളുടെ യൂസാക്കിற പോലത്തെ വെള്ളി അല്ല, യൂസ് ആക്കാത്ത ആഭരണം അല്ലാത്ത വെള്ളി നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ ആ വെള്ളിക്ക് ഒരു വർഷം പൂർത്തിയായിട്ട് എത്ര വെള്ളി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? 595 ഗ്രാം വെള്ളി നിങ്ങളുടെ കയ്യിൽ ഒരു വർഷം പൂർത്തി ഇന്നെങ്കിൽ അതും നിങ്ങൾ സക്കാത്ത് കൊടുക്കണോ. അപ്പോൾ ബംഗാറും വെള്ളിയും ഒരു വർഷം പൂർത്തി നിങ്ങളുടെ കയ്യിലുണ്ടാ ആ ഉള്ളത് ബംഗാർ 85 ഗ്രാമും ഇക്കണോ, അതുപോലെ വെള്ളിയായിട്ട് ഇന്നെങ്കിൽ 595 ഗ്രാമും ഇക്കണോ. ഇങ്ങനെ ഇന്നെങ്കിൽ നിങ്ങളുടെ മേലിൽ ഈ ബംഗാരും ഈ വെള്ളിയും ആവട്ടെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധ. 595 ഗ്രാമിന് മേലിൽ എത്ര വേണമെങ്കിൽ. അതുപോലെ ബംഗാർ 85 ഗ്രാമിന് മേലിൽ എത്ര വേണമെങ്കിൽ കെട്ട് ഇന്നെതിരെ 2.5% സക്കാത്ത് കൊടുക്കൽ നിങ്ങളുടെ മേലിൽ നിർബന്ധമായിട്ട്. അർത്ഥമായിട്ടല്ലേ 2.5% കൊടുക്കണോ.
ഇതോടുകൂടി ബംഗാറിന്റെ വിഷയം ക്ലിയർ ആയിട്ട്, അതായത് 85 ഗ്രാം ഇന്നെങ്കിൽ നിർബന്ധമാവും. എത്ര കൊടുക്കണോ അത് 2% കൊടുക്കണോ. വെള്ളി ആയിട്ട് ഇന്നെങ്കിൽ 595 ഗ്രാം വെള്ളി നിങ്ങളുടെ ഉള്ളതോടുകൂടി, ഒരു വർഷം ഉള്ളതോടുകൂടി നിങ്ങളുടെ മേലെ വെള്ളിയുടെ സക്കാത്ത് നിർബന്ധമായിട്ട് അതിൽ എത്ര കൊടുക്കണോ 2%. എത്ര വേണമെങ്കിൽ ഇക്കട്ടെ, 1000 ഗ്രാം വേണം ഇക്കട്ടെ, ആ 1000 ഗ്രാം 2% നിങ്ങൾ കൊടുക്കണോ. ഇതോടുകൂടി ബംഗാറ് വെള്ളിയുടെ വിഷയം തീർത്ത്. ಏನൊരു സക്കാത്തായിട്ട് ഇക്കട് കറൻസിയുടെ സക്കാത്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇന്നെങ്കിൽ സക്കാത്ത് കൊടുക്കണം. എത്ര പൈസ ഇന്നെങ്കിൽ ബംഗാറ് വെള്ളി ചൊല്ലത് നഖ്ദൈന് ഉണ്ടായിട്ട് ഫിഖ് കിതാബിൽ നിങ്ങൾ ചെല്ലോ. നഖ്ദൈന് ചെന്നെങ്കിൽ, അതായത് നഖ്ദൈന് ചെന്നെങ്കിൽ നാണ്യ ഉണ്ടായിട്ട്, നഖ്ദ് ചെന്നെങ്കിൽ നാണ്യ, നഖ്ദൈന് ചെന്നെങ്കിൽ 2 നാണ്യ ഉണ്ടായിട്ട് ഇവിടെ അർത്ഥം. അപ്പം 2 നാണ്യ മേലിൽ സക്കാത്തുണ്ടു. അതായിട്ട് ഞാൻ ഇപ്പം ചെന്ന കണക്ക് അതും അതിൻ്റെ മൂല്യം എന്തേ ഞങ്ങളെ ഇന്ത്യയിൽ പൈസ ആയിട്ട് അതിൻ്റെ മൂല്യം ഉള്ളത്. ഇത്ര പൈസ കൊടുത്തെങ്കിൽ അത് കിട്ടുന്നതല്ല. അപ്പം മൂല്യം ഉള്ളത് പൈസ. ആ പൈസ ಇದರ ಮೂಲ್ಯ 595 ഗ്രാം ಬೆಳ್ಳಿ ವಿಶೇಷ 595 ഗ്രാം ಬೆಳ್ಳಿ ചൊല്ലുമ്പോൾ എത്ര ഇത്ത് പൈസ ഇണ്ടത്തെ ഗ്രാം ഇണ്ടിപ്പം ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നെങ്കിൽ ഇണ്ടത്തെ കണക്കായിട്ട് നോക്കണത്. ഇണ്ടിപ്പം സക്കാത്ത് കൊടുക്കുമ്പോൾ ഇണ്ടത്തെ കണക്ക് 1 ഗ്രാം വെള്ളിക്ക് 285 റുപ്യ കറക്റ്റ് ഞാൻ നോക്കിയിട്ടായിട്ട് കിടിച്ചുള്ളൂ. ഇണ്ടത്തെ ഡേറ്റ് ഇപ്പം ഞാൻ പലക്ക് പറഞ്ഞിട്ടുള്ള ഡേറ്റ് 25 ഫെബ്രുവരി 2026. ഈ നാളുടെ വിഷയമായിട്ട് ഞാൻ പലക്ക് പറഞ്ഞിട്ടുള്ള ഉണ്ട് ഗ്രാമുക്ക് വെള്ളിക്ക് 285 റുപ്യ. അപ്പം ഞങ്ങൾ ഒന്ന് കണക്കാക്കി നോക്കണം. 285 ഇൻറ്റു 595. 595 ചെന്ന എന്തോ വെള്ളി എത്ര ഇന്നെങ്കിൽ സക്കാത്ത് നിർബന്ധം 595 ഗ്രാം അല്ലേ. അത്തരമേ ഗ്രാമോ ആ പൈസ ഞങ്ങളുടെ ഇന്നെങ്കിൽ ഞങ്ങൾ എന്താക്കണോ ഞങ്ങൾ മേലെ സക്കാത്ത് നിർബന്ധമാവും. അപ്പോൾ ഇന്നത്തെ കണക്ക് 285 റുപ്യക്ക് ഗ്രാമുകളുള്ളത് കണക്കാക്കി നോക്കണം. 285 ഇൻറ്റു 595 എത്ര ഒരു കണക്ക് സരി നോക്കിയെങ്കിൽ 1,69,575 റുപ്യ ആവും. ഇത്ര പൈസ ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ന് റമദാൻ നോമ്പ് 7 ആയിട്ടിക്കട് കഴിഞ്ഞ 7 റമദാൻ നോമ്പ് 7 പിടിച്ചിട്ട് ഇന്നത്തെ നാൾ തോലോ 1,69,000 റുപ്യ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇന്നെങ്കിൽ ഞാൻ പൈസത്തെ വിഷയത്തിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളായിട്ടിക്കട്. അർത്ഥമായിട്ടല്ലേ ഇണ്ടത്. കഴിഞ്ഞ വർഷം റമദാനിൽ വെള്ളിയുടെ പൈസ ഭയങ്കര കുറോടിന്ത്. ഈ വർഷമാകുമ്പോൾ വെള്ളി ഭയങ്കര യാറായിത്ത്. ബണ്ട് വർഷം അതാണ് യാറാവും കുറേ ചൊല്ലകാവില്ല. ഏതായാലും 1,69,575 റുപ്യ കഴിഞ്ഞ ഒരു വർഷത്തിൽ നണ്ടട്ട സ്റ്റോക്ക് ഇന്ത്. നണ്ടട്ട് ചെന്നാൽ എൻ്റെ കീസിലേക്കൊന്നുണ്ടില്ല, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക അല്ലെങ്കിൽ ആർക്കെങ്കിലും കട കൊടുത്തതിക്ക. കട കൊടുത്തെങ്കിലും പൈസ നണ്ടതേ അല്ലേ. അപ്പം എൻ്റെ ഉടമസ്ഥതയിലുള്ള പൈസ ആയതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് 1,69,575 മേൽ എത്ര പൈസ വേണമെങ്കിൽ കെട്ട് ഇന്നെങ്കിൽ അതിരെ 2% ഞങ്ങൾ എന്താക്കണോ കൊടുക്കണു. അത് സക്കാത്ത് കൊടുക്കണു. ആർക്ക് കൊടുക്കണു കൊടുക്കണത് നമുക്ക് എല്ലാവരും ಗೊತ್ತುಂಟು. ഫക്കീർ മിസ്കീൻ ചൊത്തിട്ട് സക്കാത്ര കണക്ക് 8 വിഭാഗമുണ്ട്. അങ്ങായിട്ടിക്കോളും ഞങ്ങൾ കൊടുക്കണത്. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ സക്കാത്ര കണക്കെല്ലാം ഞാൻ ചെന്ന് ബംഗാർ എത്ര ഇന്നെങ്കിൽ സക്കാത്ത് നിർബന്ധിച്ചെന്ന് എത്ര കൊടുക്കണം ചെന്ന് വെള്ളി എത്ര ഇന്നെങ്കിൽ ചെന്ന് എത്ര കൊടുക്കണം ചെന്ന് പൈസ എത്ര പൈസ ഇന്നെങ്കിൽ ഞങ്ങളുടെ ഈ ക്ലാസ് ചിലപ്പോൾ നിങ്ങൾ ബണ്ട് തിങ്കൾ കേട്ടെങ്കിൽ ഈ ചെളുടെ കണക്കല്ല. അപ്പം നിങ്ങൾ കണക്കാക്കണം പൈസത്തെ കണക്ക് കൊടുക്കുറങ്ങ. സക്കാത്ത് ബംഗാർ വെള്ളി ഉണ്ടാകുമ്പോൾ കണക്കെല്ലാവരും ഗൊന്തുണ്ട്. എന്തൊരു ടോട്ടൽ എത്ര ബംഗാറുണ്ട് 85 ഗ്രാം ഉണ്ട് അതിൽ 2% വെള്ളി ആയിട്ട് 595 ഗ്രാം ഉണ്ട് അതിൽ 2%. പൈസ അങ്ങനല്ല. പൈസ നിങ്ങൾ കണക്കാക്കി നോക്കണം. വെള്ളിയുടെ പൈസ എടുക്കണം. 595 ഗ്രാമോ വെള്ളിക്ക് എത്ര പൈസ കണക്കൂട്ടണം ഞങ്ങ ಒಂದೈತಲ್ಲೇ ಎಪ್ಪ ಈ ಒಂದು ತಿಂಗಳು ಕಳ್ಳಿ ಕೇಳ್ಕ್ರಾನ ಅಲ್ಲೇ ನಾಳೆ ಚಿಲಪ್ಪ ಈ ರೇಟ್ ಐತಿಕ್ಕಲ್ಲ ಅಪ್ಪ ಅವ್ನು ಕಣಕ್ಕೆ ಕೊಟ್ಟು ನೋಡ್ಕೊಂಡು ಇಂಡತ್ತ ಬೆಳ್ಳಿರ ಗ್ರಾಮ ಪೈಸೆ ಎತ್ತರ അപ്പോൾ 1 ഗ്രാമിക്ക് ഇത്ര ആയിട്ട് കണക്ക് കൂട്ടണം എങ്ങനെ അണ്ടത്തെ പൈസവും ഇൻറ്റു 595. അപ്പോൾ എത്ര കിട്ടുക ആ കിട്ടുന്നതിരെ പൈസ ഞങ്ങൾ എന്താക്കണം അതിൽ 2% സക്കാത്ത് കൊടുക്കണു. ക്ലിയർ ആയിട്ടല്ലേ. നല്ല പോലെ ഈ ക്ലാസ് അർത്ഥാക്കിയെങ്കിൽ മാത്രം അർത്ഥാവൂ. നല്ല പോലെ ഈ വിഷയത്തിൽ ജാഗ്രത വേണം. ഞങ്ങൾ ഔദാര്യമല്ല കൊടുക്കറേ, ഞങ്ങളെ മേൽ അള്ളാഹു ഏൽപ്പിച്ചതായിട്ട് കൊടുക്കലുണ്ടല്ലേ. ഇത് നനപ്പ് ഞങ്ങൾക്ക് വേണം. അള്ളാഹു താല ഈ വിഷയത്തിൽ ചിന്തിക്കുകയും ഇതുപോലെ ആമാലാക്കുകയും ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. ചമ്മാൽമാർ ദുആ കൊണ്ട് വസിയത്താക്കിറാറ്. അള്ളാഹു എല്ലാ മുറാദ് ഹാസിലാക്കട്ട്. എല്ലാ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയാക്കട്ട്. അള്ളാഹു എല്ലാ കാര്യത്തിലും ഖൈറു ബറക്കത്ത് നിഅമത്ത് നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തആല ആക്കി തരട്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.